പ്രസവവേദന ആരംഭിക്കുന്നതിനു മുമ്പുതന്നെ പെട്ടെന്ന് ജനിച്ച ഒരു ജനതയുടെ ശ്രദ്ധേയമായ ഒരു ചിത്രം യെശയ്യാവ് 66:7 വരച്ചുകാട്ടുന്നു. നൂറ്റാണ്ടുകളായി ഈ പ്രവചനം വായനക്കാരെ അമ്പരപ്പിച്ചു, പക്ഷേ 1948 മെയ് 14 അത് ജീവൻ പ്രാപിച്ചു. ഏകദേശം 2000 വർഷത്തെ പ്രവാസത്തിനുശേഷം യഹൂദ ജനത ഒത്തുകൂടി ഒരൊറ്റ ദിവസം കൊണ്ട് ആധുനിക ഇസ്രായേൽ രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെട്ടു. ലോകം ഒരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചു, എല്ലാ സാധ്യതകൾക്കും എതിരായി പുനഃസ്ഥാപിക്കപ്പെട്ട ഒരു രാഷ്ട്രം. യെശയ്യാവ് പ്രവചിച്ചതുപോലെ ഇസ്രായേലിന്റെ പുനർജന്മം വേഗത്തിലുള്ളതും അപ്രതീക്ഷിതവും നിഷേധിക്കാനാവാത്തവിധം ദൈവത്തിന്റെ കൈയുമായി ബന്ധിക്കപ്പെട്ടതുമായിരുന്നു. ഒരു മനുഷ്യശ്രമത്തിനും അത് പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ പൂർണ്ണമായ സമയത്ത് നിറവേറ്റപ്പെട്ട വാഗ്ദാനമായിരുന്നു അത്. എത്ര കാലം വൈകിയാലും ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ലെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേലിന്റെ പുനർജന്മം അവന്റെ വിശ്വസ്തതയുടെ സാക്ഷ്യവും ജനതകൾക്കായുള്ള അവന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതിയുടെ അടയാളവുമാണ്. വാസ്തവത്തിൽ ദൈവത്തിന് മാത്രമേ ഒരു ദിവസം കൊണ്ട് ജീവൻ, പ്രത്യാശ, പുനഃസ്ഥാപനം എന്നിവ കൊണ്ടുവരാൻ കഴിയൂ.